മധുര പാർട്ടി കോൺഗ്രസിലേക്കാണ്. നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ 33,000-ഓളം പേരാണ് അധികമായി പാർട്ടി അംഗത്വത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം രാഘവലു പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഈ 33,000-ൽ കൂടുതൽ യുവാക്കളും സ്ത്രീകളുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 72% അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടി അംഗങ്ങളിൽ 33,000 പേർ അധികമായി എത്തുമ്പോൾ അതിൽ കൂടുതലും യുവാക്കളും സ്ത്രീകളുമാണ്. അങ്ങനെ പാർട്ടി അതിൻ്റെ അരക്കിട്ടുറപ്പിച്ച വർഗബോധത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നതെന്ന് കൂടി അതിൽ നിന്ന് വായിച്ചെടുക്കാം. രാജേന്ദ്രൻ. തീർച്ചയായിട്ടും 33,000 പുതിയ മെമ്പർമാരുണ്ടായെന്ന് പറയുന്ന സമയത്ത് തന്നെ കേരളത്തിലെല്ലാം തന്നെ പുതിയ അംഗത്വം നൽകാനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ അംഗങ്ങളെ ഇനി വരും മാസങ്ങളിലാണ് അതിൻ്റെ ഒരു അന്തിമ പട്ടിക തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ഇത് കൂടും. ഇപ്പോൾ ഈ പറഞ്ഞ അംഗസംഖ്യ കൂടും, അതിൽ സംശയമില്ല. എങ്കിൽ പോലും അംഗബലം കൂടുന്നുണ്ട്. പക്ഷേ അംഗബലം കൂടുന്നുണ്ട് പറയുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായ പശ്ചിമ ബംഗാളും ത്രിപുരയും തിരിച്ചു പിടിക്കുക എന്നതാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നമ്മൾ കഴിഞ്ഞ സമ്മേളനം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെയും അതിനു മുമ്പ് ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ്, കോഴിക്കോട് ആ പാർട്ടി കോൺഗ്രസുകളെല്ലാം തന്നെ അന്നെല്ലാം ഈ ബംഗാളിലെ എല്ലാം തന്നെ പ്രതിനിധികൾ ഇവിടെ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നാണ്. എവിടെയെങ്കിലും പോയി ഒരു കൊടി നാട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വന്ന് ആ ഓഫീസ് തല്ലിത്തറക്കുക, പ്രവർത്തകരെ കൊലപ്പെടുത്തുക. നിരവധി പേരാണ് പാർട്ടിക്ക് വേണ്ടി അവിടെ രക്തസാക്ഷികളായത്. ഇത്തരം വിഷയങ്ങളുണ്ടായിരുന്നു. പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബംഗാളിൽ എന്നാൽ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ബംഗാളിൽ ഇപ്പോൾ സ്വതന്ത്രമായ രീതിയിൽ വലിയൊരളവോളം, പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലുണ്ടായ ചില മാറ്റങ്ങൾ അവിടുത്തെ മെമ്പർഷിപ്പിലും പ്രകടമാണ്. കൂടുതൽ ചെറുപ്പക്കാരവിടെ പാർട്ടി മെമ്പർമാരായി രംഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം പേർ വളരെ പെട്ടെന്ന് മറ്റ് ജോലികൾക്കെല്ലാമായി രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു താൽക്കാലിക ഒരു ബ്രേക്ക്, ഇടവേള നൽകിക്കൊണ്ട് അവരെല്ലാം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം എങ്ങനെ മറികടക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം CPM-നെ സംബന്ധിച്ച്. എന്നാൽ ത്രിപുരയിലെ അവസ്ഥ അത് വല്ലാത്തൊരു ഭീകരാവസ്ഥയാണെന്ന് തന്നെ പറയാം. ത്രിപുരയിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളാണ് പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടക്കുന്നത്. അതിനെ അതിജീവിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഹിന്ദി മേഖലയിൽ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യയിലും അതുപോലെ പടിഞ്ഞാറൻ ഇന്ത്യയിലും എല്ലാം തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക. അവിടെ പല പ്രദേശത്തും വളരെ ദുർബലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായും അങ്ങോട്ട് സാമുദായികവൽക്കരിക്കപ്പെട്ടു, വർഗീയവൽക്കരിക്കപ്പെട്ടു. ജാതീയത വലിയ പ്രശ്നമാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യേകമായ സാമുദായികമായി വിഭജിക്കപ്പെട്ട ഒരു രാഷ്ട്രീയാവസ്ഥയുണ്ട്. ഈ രാഷ്ട്രീയാവസ്ഥയിൽ നിന്ന് വേണം CPM-നെ അവിടെയെല്ലാം തന്നെ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ. അതിനുള്ള വലിയ ബഹുജന സമരങ്ങളെല്ലാം ഇതിനകം തന്നെ നടത്തുന്നുണ്ട്. ചില സ്ഥലത്തെല്ലാം അത്തരം സമരങ്ങൾ രാഷ്ട്രീയമായി മുന്നേറ്റമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് രാജസ്ഥാനിലെ സിക്കർ മേഖല, സിക്കറിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംബ്രാറാം, നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ അംബ്രാറാം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ CPM നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയായി പാർലമെൻ്ററി രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ CPM 2ാം സ്ഥാനത്തെത്തി. അവിടെ CPM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായിരുന്നു. കാരണം ഹരിയാനയിലും കർഷക സമരവുമെല്ലാം ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബീഹാർ എന്ന സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികൾ ഒരു പ്രത്യേക കൂട്ടായ്മയായി അവിടെ ശക്തമായി രംഗത്തുണ്ട്. CPI-ML, CPI, CPIM ഈ 3 പാർട്ടികൾ അവിടെ യോജിച്ചൊരു ഇടതുപക്ഷ ബ്ലോക്കായി പ്രവർത്തിക്കുന്നു. അവർ RJD നേതൃത്വം നൽകുന്ന സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അവിടെയും CPM-നെല്ലാം ഒരു പാർലമെൻ്ററി രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭയിലെല്ലാം തന്നെ CPM-ന് അംഗങ്ങളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഇത് കൂടുതൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ, കുറേ കൂടി മെച്ചപ്പെട്ട മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തണം, അതോടൊപ്പം തന്നെ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കണം.
നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ ഒരു പ്രവർത്തനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷമാണ്. അഴിമതി തുറന്നു കാട്ടാൻ സാധിക്കുന്നത്, ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ നടക്കുന്ന അഴിമതി തുറന്നു കാട്ടാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിയമ പോരാട്ടങ്ങൾ കാരണമാണ്. ഈ വർഗീയതയ്ക്കെതിരെ ഇപ്പോൾ ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്ത് അവരെല്ലാം പുറത്തിറങ്ങിയപ്പോൾ അതിനെതിരെ നിയമപോരാട്ടം നടത്തിയത് CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷിണി അലിയാണ്. ആ സംഘപരിവാർ കൊടും ക്രിമിനലുകൾക്ക് ജയിലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇത്തരം ഇടപെടലുകൾ ശക്തമായ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടായി മാറുന്നില്ല? അതാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിന് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം. ഇപ്പോൾ തന്നെ 60 ലക്ഷം പേരാണ് CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വർഗ ബഹുജന സംഘടനകളിൽ അംഗങ്ങളായുള്ളത്. CITU എല്ലാ തൊഴിൽ മേഖലയിലും വ്യവസായ മേഖലയിലെല്ലാം ശക്തമായ സാന്നിധ്യമാണ്. തമിഴ്നാട്ടിലാണ് CITU ഏറ്റവും വിജയകരമായ സമരങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ സംസംഗിലെ തൊഴിലാളികൾ നടത്തിയ സമരം ലക്ഷ്യം കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ബംഗളൂരു നഗരത്തിൽ അവിടെ IT തൊഴിലാളികൾ, IT പ്രൊഫഷണലുകൾ CITU-ൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ തൊഴിൽ രംഗത്ത് ഒരു വലിയ ആവേശമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കർഷക സമരത്തിൽ വളരെ സജീവമായി കർഷക സംഘത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ഈ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല സർവകലാശാലകളും SFI ആധിപത്യം നേടുന്ന അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾ പിടിച്ചെടുക്കുക, അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥി രംഗത്തെല്ലാം നമുക്ക് നല്ല ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വോട്ടായി മാറാത്തത് എന്തുകൊണ്ടാണ്? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാണ് CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. ലോക്സഭയിൽ 4 പേരാണ്, 4 MP-മാരാണ് ഉള്ളത്. പക്ഷേ അവിടെ ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ കുറവാണെങ്കിൽ പോലും അവിടെ നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും ശക്തമായി നരേന്ദ്രമോദിയുടെ അഴിമതികളെയും തെറ്റായ നയങ്ങളെയും വർഗീയ നയങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPM-ൻ്റെയും MP-മാരാണ്. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇത് പാർലമെൻറ്റിൽ എങ്ങനെയാണ് ഈ വഖഫ് ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ ജോൺ ബ്രിട്ടാസ് നടത്തിയ ആ പ്രസംഗം, നമ്മുടെ K. രാധാകൃഷ്ണൻ നടത്തിയ പ്രസംഗം, മലയാളത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ പോലും ദേശീയ തലത്തിലും സർവ്വദേശീയ തലത്തിലുമെല്ലാം ചർച്ചാ വിഷയമായി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരൊന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല, പ്രിയങ്ക ഗാന്ധി സഭയിലേ ഉണ്ടായിരുന്നില്ല. ഇതിന് സുധാകരൻ നൽകിയൊരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞങ്ങൾ എതിർത്തില്ലെങ്കിലും ഈ ബില്ലെല്ലാം പാസ്സാകുമായിരുന്നല്ലോ എന്നാണ്. അതാണ് ഈ ജയിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ആ സുധാകരൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ പോലും ആ പറഞ്ഞതിനകത്ത് അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം എവിടെയാണോ വിജയിക്കുന്നത് അവിടെ മാത്രമേ എത്താറുള്ളൂ. അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം അതല്ല. CPM-ൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജയമോ തോൽവി എന്നതിലുപരി അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യം എന്താണ്, ഇവിടുത്തെ മനുഷ്യർക്ക് എങ്ങനെ ജാതി മത ചിന്തകൾക്ക് അതീതമായ രീതിയിൽ പ്രവർത്തിക്കാം, പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എങ്ങനെ പരിഹാരം കാണാം, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരെല്ലാം ഏറ്റവും അധികം ആകാംക്ഷയോടെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന കാര്യം പുതിയ നേതൃനിരയിൽ ആരെല്ലാം ഉണ്ട് എന്നതായിരിക്കും. ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി, അതുപോലെ പുതിയ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങൾ, ഇതൊക്കെ അറിയാനായിരിക്കും എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ആകാംക്ഷ. പക്ഷേ സത്യസന്ധമായ വാർത്തകൾ നൽകണം, ഊഹാപോഹങ്ങൾ നൽകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ പല പേരുകളും കൊടുക്കാതിരിക്കുന്നത്. കാരണം പേരുകൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം, പക്ഷേ അതൊന്നും സത്യസന്ധമല്ല. CPM-നെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ ഇവർ നടത്തിയ കൂടിയാലോചനകളിൽ ഉരുത്തിരിഞ്ഞ പേരുകളെല്ലാം തന്നെ മാറിമറയാം. കാരണം ഇത് അത്ര ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. പല തലങ്ങളിൽ പല രീതിയിലുള്ള കൂലങ്കഷമായ ചർച്ചകൾ നടത്തേണ്ടി വരും. അതിനുശേഷം മാത്രമേ പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ MA ബേബിയുടെ പേരാണ് വളരെ സജീവമായി പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ MA ബേബിയോട് തന്നെ ഇത് പറഞ്ഞിട്ട് MA ബേബിയോട് തന്നെ നമ്മളിത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീരുമാനങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രഖ്യാപിക്കും. അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. അന്തിമ തീരുമാനം വരെ കാത്തിരിക്കുക. കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളും. അത് പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ വയ്ക്കും. പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി കഴിഞ്ഞാൽ ആ തീരുമാനം ഔദ്യോഗികമായ രീതിയിൽ പ്രഖ്യാപിക്കും.